എല്ലാവർക്കും JRCM അതിന് തന്നെ ഒരുപാട് സന്തോഷം. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതിൽ എപ്പോഴും RCMന്റെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. RCM ബിസിനസ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരെ എന്നും കാണാൻ സാധിക്കും, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ സാധിക്കും. പിന്നെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങള് മറ്റുള്ളവരുടെ വിജയം, നമ്മളുടെ വിജയം, എല്ലാവരുടെയും വിജയം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുക, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ റമീസ് സാറിനോടും അതേപോലെ സുരാഗ് സാറിനോടും ഒരു നന്ദി പറയുന്നു. എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു, ഇന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തേക്ക്. റമീസ് സാർ, താങ്ക് യു സോ മച്ച്. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനെ പറ്റി. എങ്കിൽ കൂടിയും എന്റെ പേര് അമൽ PS എന്നാണ്. പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്ത് ലക്കിടി കൂട്ടുപാത എന്ന സ്ഥലത്ത്, അതാണ് എന്റെ സ്ഥലം. RCMന്റെ വണ്ടർ വേൾഡ് ക്യുക്ക് ഉണ്ട്, RCM വണ്ടർ വേൾഡ് ക്യുക്ക് ലക്കിടി കൂട്ടുപാത. അപ്പോ എല്ലാവർക്കും എന്താ പറയാ, ഇന്നത്തെ ഒരു പ്രോഗ്രാം പറഞ്ഞ സെയിൽസും ഫീൽഡ് വർക്കും ആണ്. അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നു ഒരു മേഖലയാണ് സെയിൽസും അതേപോലെ തന്നെ ഫീൽഡ് വർക്ക്. ശരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു കാറ് വാങ്ങി, പക്ഷെ റോഡില്ലെങ്കിൽ എവിടെ ഓടിക്കും? അതുപോലെയാണ് RCM. നമ്മൾ വന്നു, പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷെ എവിടെ കൊണ്ടേ കൊടുക്കും? കാറ് മേടിച്ച അത് ഓടിക്കാൻ റോഡ് വേണം പോലെ RCMൽ നമ്മൾ വന്നാൽ അത് വിൽക്കാൻ, അത് സെയിൽ ചെയ്യാൻ ഫീൽഡിലേക്ക് ഇറങ്ങണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്കിന് ഇന്ന് RCM ബിസിനസ്, ഇനി വരാൻ പോകുന്ന RCM ബിസിനസ്സിന് ഫീൽഡ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം, പല ആളുകളുടെയും ബിസിനസ്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയ ബിസിനസ് ഇന്ന് സ്റ്റേറ്റ് വിട്ടുപോയി. അതാണ് ഈ ഒരു നെറ്റ്വർക്കിന്റെ ബ്യൂട്ടി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏരിയ ഫുള്ള് കവർ ചെയ്ത് അടുത്ത ഏരിയകളിലേക്ക് പോയി നടക്കണമെങ്കിൽ, ഈ സ്പ്രെഡ് നടക്കണമെങ്കിൽ ഫീൽഡ് വർക്കാണ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പൊ അതാണ് ഇന്ന് എന്റെ വിഷയം. അപ്പൊ എല്ലാവരും അത് കേൾക്കാൻ എത്തി, ഒരുപാട് സന്തോഷം. എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കുറെ പേര് ചിരിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഇങ്ങനെ എന്തോ പോലെ നോക്കുന്നുണ്ട്. അപ്പോ ഒരുപാട് സന്തോഷം. അപ്പൊ എന്നെ പരിചയപ്പെടുത്തി അമൽ എന്നാണ്. ഞാൻ RCMലെ റോയൽറ്റി അച്ചീവർ ആണ്. എന്റെ അച്ഛൻ മെക്കാനിക്കാണ്, സുഭാഷ് സാറ്. അദ്ദേഹം മെക്കാനിക്കാണ്, ടൂ വീലർ മെക്കാനിക്കാണ്. അമ്മ അനുമോൾ. ഫാമിലി ആയിട്ട് ഒരു ബിസിനസ് ഓൾറെഡി ഉണ്ട് ഞങ്ങൾക്ക്. PS ബൈക്ക് ഹൗസ് എന്ന് പറയുന്ന മെക്കാനിക്കും സ്പെയർ പാർട്സും സർവീസ് സെന്ററുമായിട്ട് നടത്തി വരുന്ന ഒരു ബിസിനസ് ഫാമിലി ആയിട്ട് ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ തുടക്കം. ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് തുടങ്ങി, അതേ വർക്ക്ഷോപ്പിൽ ഒരു ഡിസ്പ്ലേ വാൾ ഇട്ട് കരിയുടെയും ഓയിലിന്റെ ഇടയിൽ കൂടെ RCMന്റെ ഹെർബൽ പേസ്റ്റും ജാസ്മിൻ സോപ്പും എല്ലാം സെയിൽ ചെയ്തുകൊണ്ട് തുടങ്ങിയതാണ്. ഇന്ന് ആ ബിൽഡിങ്ങിൽ ഞങ്ങൾക്ക് ഒരു വണ്ടർ വേൾഡിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ റോയൽറ്റി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. ഒരുപാട് ആളുകളിലേക്ക് RCM കൊടുക്കാനും, ഒരുപാട് ആളുകളെ ഈ ഒരു RCMനെ പഠിപ്പിച്ചു കൊടുത്ത് ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് അവർക്ക് ഒരു ശരിയായ ഒരു ഫ്യൂച്ചറിലേക്ക് കാണുന്ന ഒരു ശരിയായ ഒരു മാർഗം, വരുമാനമാകട്ടെ ആരോഗ്യമാകട്ടെ, എല്ലാം കാണിച്ചു കൊടുക്കാൻ ഇന്ന് RCMനോട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ റമീസ് സാർ? സാർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളൊന്ന് കുറച്ച് കയറ്റി വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റമീസ് സാറിനെ. റമീസ് സാർ പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഫ്രണ്ടിനെ കിട്ടിയ ഒരു ലവ് ലൈൻ ആണ്. അദ്ദേഹം ക്രോസ് ലൈൻ പറഞ്ഞു, ഞാൻ അതിനെ ലവ് ലൈൻ ആക്കി. ഒരു ലവ് ലൈൻ ആണ് റമീസ് സാർ എനിക്ക്. അതേപോലെ തന്നെ എല്ലാവരും RCMലെ പ്രമുഖ ലീഡേഴ്സ്, എല്ലാ ലീഡേഴ്സും ആയിട്ട് ഞാൻ മാക്സിമം RCMനെ പറ്റി സംസാരിക്കും. എപ്പോഴും അതായത് RCMനെ പറ്റിയിട്ട്, RCMന്റെ ഗ്രോത്ത്, RCMന്റെ വരും കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിച്ചറിയാൻ ഞാൻ ശ്രമിക്കും. എനിക്ക് മനസ്സിലായത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാനിപ്പോ വന്നുപെട്ടത് വലിയൊരു എന്താ പറയാ സമുദ്രത്തിലാണ്. ദൈവത്തിന്റെ ഒരു കൃപ, അച്ഛനമ്മയുടെ ഒരു കുരുത്തം എന്നിലേക്ക് കിട്ടിയോണ്ട് എനിക്ക് ഈ പ്രായത്തിൽ RCMലേക്ക് വരാൻ സാധിച്ചു. അപ്പോ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞ സെയിൽസ് ആണ്. സെയിൽസ്, സ്കിൽ, അതേപോലെ മാർക്കറ്റിംഗ്, ഫീൽഡ് വർക്ക് അല്ലെ? ഇപ്പോ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഈ ഒരു സെയിൽസ് നമുക്കറിയാം. RCMല് ഇഷ്ടംമാതിരി പ്രൊഡക്ട്സ് ഉണ്ട്, 10,000-ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ട്. വെറൈറ്റി ടൈപ്പ് നോക്കുകയാകുമ്പോൾ അല്ലെ, ഐറ്റം വൈസ് എടുത്ത് നോക്കിയാൽ 10,000-ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ RCMൽ ഉണ്ട്. പക്ഷെ RCMൽ ഇന്ന് ഇന്ത്യയിലെ ഏകദേശം 4.5 കോടി ജനങ്ങളിലേക്ക് എത്തുന്നു. 4.5 കോടി ജനങ്ങളിലേക്ക് എത്തി RCM. ഏകദേശം ഇന്ത്യയിൽ 10 കോടിയോളം ജനങ്ങളിലേക്ക് വേണ്ട ഉൽപ്പന്നം മാസം മാസം നമ്മുടെ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും കണക്കെടുത്ത് നോക്കുമ്പോൾ 148 കോടി ജനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ന് 1% പോലും RCM ആയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ രൂപാന്തര യാത്ര, വലിയ സോണൽ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ RCM കേരളത്തിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വൻ പ്രചാരണമാണ് RCMനെ പറ്റി. രൂപാന്തര യാത്ര ഇന്ന് പല ചാനലുകളിലും ഒരു ചർച്ചാ വിഷയമായി. എന്താണ് RCM അല്ലെ? എന്താണ് RCM?
RCM ഇന്നതാണ്, RCM പ്രൊഡക്ട്സ് ആണ്, ഡയറക്ട് മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, അല്ലെ? ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു വലിയ പ്രസ്ഥാനമാണ്, ഒരു നന്മമരമാണ്. അങ്ങനെ ചർച്ചാ വിഷയങ്ങൾ പലതും. അതുപോലെ തന്നെ ഇതൊക്കെ ഈ വീഡിയോസ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ഇടുമ്പോഴൊക്കെ അല്ലെ, RCM എന്താണ്, RCM എങ്ങനെ ചെയ്യണ്ട്, ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് 2-3 പേര് ഇങ്ങോട്ട് അറിഞ്ഞു ചോദിച്ചു. കാരണം ഞാൻ ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സെയിൽസും ഫീൽഡ് ആയതുകൊണ്ട് എവിടെ ചെന്നാലും RCM പറഞ്ഞിട്ട് അമൽ ഇങ്ങനെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RCMനെ പറ്റി എവിടുന്നെങ്കിലും കേട്ടിട്ട് 2 പേര് എന്നെ വിളിച്ച് ചോദിച്ചു എന്താണ് RCM. അപ്പൊ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലം നിങ്ങൾ RCMൽ ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾ ഫീൽഡിൽ ഉണ്ടാവണം. ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങോട്ട് ചോദിക്കും, നമ്മുടെ ഭാഗത്ത് ആരാണ് ശക്തമായ RCM ചെയ്യുന്നത്, അവർ അന്വേഷിച്ച് വരും, ഇങ്ങോട്ട് വന്നിട്ട് KYC പ്രൂഫ് തരും. അതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോ സെയിൽസ് അല്ലെ, RCMൽ ഏറ്റവും RCM എന്നല്ല, വേൾഡിൽ വെച്ച് നോക്കുമ്പോൾ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വരുമാനമാണ് സെയിൽസ് അല്ലെ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് മുൻനിരയിൽ നിൽക്കുന്ന ബിസിനസ്സുകൾ അല്ലെ. നമ്മുടെ രത്തൻ ടാറ്റ മോട്ടോഴ്സ് കാർ വിൽക്കുന്നു, ലക്ഷറി കാറുകൾ വിൽക്കുന്നു, ട്രക്കുകൾ വിൽക്കുന്നു, പക്ഷെ അദ്ദേഹം ഉപ്പ് വിൽക്കുന്നുണ്ട്. അതെന്താ അതിന്റെ ഗുഡ്നെസ്? അദ്ദേഹം ഉപ്പ് വിൽക്കുന്നുണ്ട്. അപ്പോ അവിടെയെല്ലാം കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള കാറുകളൊക്കെ മേക്ക് ചെയ്യുന്ന ഒരാൾ ഉപ്പ് വിൽക്കണതിന്റെ ഗുഡ്നെസ് ഉണ്ട്. അദ്ദേഹത്തിന് എന്തിനു ഉപ്പ് വിൽക്കേണ്ട ആവശ്യം? പക്ഷെ അദ്ദേഹത്തിന് അറിയാം, മനുഷ്യമുള്ളിടത്തോളം കാലം നിത്യോപയോഗ സാധനങ്ങൾ റീപർച്ചേസ് വരും. ഉപ്പ് ഇടാൻ കഴിഞ്ഞാൽ ഉപ്പ് വേണ്ടേ? മല്ലി കഴിഞ്ഞാൽ മല്ലി വേണം, പേസ്റ്റ് കഴിഞ്ഞാലേ പേസ്റ്റ് വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോവിഡ് വന്നപ്പോൾ എല്ലാവരും സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സമയമാണ് കോവിഡ്. അതേ കോവിഡ് കാലത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിനെ അറിയാൻ ശ്രമിച്ചത്. കോവിഡ് സമയത്ത്, കോവിഡ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ ബിസിനസ് ഏറ്റെടുത്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, കോവിഡ് സമയത്ത് ഞാൻ പല്ല് തേക്കൽ നിർത്തിയിട്ടില്ല. RCM കാവിക ഹെർബൽ പേസ്റ്റ് കൊണ്ടാണ് തേച്ചത്. കുളിക്കൽ നിർത്തിയില്ല, ഭക്ഷണം കഴിക്കൽ നിർത്തിയില്ല. ബാക്കിയുള്ള എല്ലാ മേഖലയിൽ നിന്നും RCM കുത്തനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? സെയിൽ നടക്കുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട് ആളുകൾക്ക്. ഒരുപാട് ഒരുപാട് ആളുകൾ പ്രൊഫഷൻ സ്വന്തമായിട്ട് ഒരു 20-30 വർഷം പ്രൊഫഷനായിട്ട് കൊണ്ടു നടന്ന നമ്മുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ഇട്ട് വീണപ്പോ അത് നിർത്തിയിട്ട് RCMലേക്ക് ഒറ്റ മൈൻഡിൽ തിരിഞ്ഞൊരു സമയമാണ് കോവിഡ്. അപ്പൊ ആ ഒരു കോവിഡിലാണ് ഞാനും RCMൽ വന്ന് ഇന്ന് ഞാൻ RCM ബിസിനസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 3.5 വർഷമായി. എന്റെ ഷോപ്പ് ഏകദേശം 1 വർഷത്തെ ആനിവേഴ്സറി കഴിഞ്ഞു, 3-4 മാസം കഴിഞ്ഞു. 1.5 വർഷത്തോളം ഷോപ്പായി. ഇനി വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എന്റെ പുതിയ കാർ, ഞാൻ RCMൽ വന്നിട്ട് ഒരു കാർ വാങ്ങണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ ഒരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ യുവാക്കൾക്ക് കാർ ഓടിക്കലാണ്ട് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൈ കിട്ടി, ഇനി ഒരു കാർ വാങ്ങണം, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, ജോലിക്ക് പോകണം, അങ്ങനെ ഒരു ആഗ്രഹം. എനിക്കുണ്ടായ ആഗ്രഹം സ്വന്തമായിട്ട് കാർ വാങ്ങണം, അതൊരു ബിസിനസ് ചെയ്തിട്ട്. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് അല്ലാതെ ചില ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയ സമയത്ത് കറക്റ്റായി RCM കിട്ടി. RCM സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. ഇത്ര പെട്ടെന്ന് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ലീഡേഴ്സ് പറയുന്ന പോലെ ഒരു ഡ്രീം കണ്ടായിരുന്നു. ഏറ്റവും ഒരു 22ാമത്തെ വയസ്സിന് എനിക്കൊരു കാറ് വാങ്ങണമെന്ന്. എനിക്ക് 22ാമത്തെ വയസ്സാണ്. എന്റെ കാറ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വരുന്ന 26-ാം തീയതി റുബി റൈസിംഗ് കോർ ലീഡർ ഹേമന്ത് സാറിന്റെ കയ്യിൽ നിന്ന് നാട മുറിച്ച് ഞാൻ അതിന്റെ കീ വാങ്ങുകയാണ്. ഒരു പ്രോഗ്രാം ഒറ്റപ്പാലത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എന്റെ ലൈഫിൽ ഞാൻ കണ്ട സ്വപ്നം വന്ന് ആ ചെറിയ വർക്ക്ഷോപ്പിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ചെറിയ ഡിസ്പ്ലേ വാള്, 10,000 രൂപയുടെ ആ ഒരു ഡിസ്പ്ലേ വാള്, അവിടുന്ന് സോപ്പും പേസ്റ്റും വിറ്റ് തുടങ്ങുമ്പോൾ ഞങ്ങൾ സ്വപ്നം കണ്ടതാണ് ഒരു കട ഇടണം. അത് സാധിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ത്യ മൊത്തം കറങ്ങണം, കേരളം മൊത്തം കറങ്ങണം, അതിന് എനിക്കൊരു വണ്ടി വേണം. ഒരു 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 ലീഡേഴ്സ് മീറ്റിങ്ങിന് പോയതിനു ശേഷം ഹേമന്ത് സാറായിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഹേമന്ത് സാർ പറഞ്ഞ കാര്യമാണ്, ഈ പ്രായം പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആണ് അല്ലെ. അതായത് ഞങ്ങൾ ഈ പ്രായം പറയുന്നത് വളരെ എനർജറ്റിക് ആണ്, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ എനർജി ഉണ്ട്, ഇനിയും സമയമുണ്ട്, എവിടെയെല്ലാം ചെല്ലാൻ പറ്റുമോ അവിടെയൊക്കെ RCM കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അപ്പൊ അതിന് കാർ ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചു ഹേമന്ത് സാർ എന്നോട്. ഞാൻ പറഞ്ഞു അറിയാം, കാറ് പഠിച്ചിട്ടുണ്ട് സാർ പറഞ്ഞു. കാർ വാങ്ങാൻ ഒരു കാർ വാങ്ങി കേരളം മൊത്തം ബിസിനസ് ചെയ്യുമായിരുന്നു. ആ ഒരു സ്പാർക്കാണ്, ആ ഒരു സ്പാർക്ക് ഇന്നും ഓർക്കണോണ്ടാണ് എനിക്ക് അതിയായ ആഗ്രഹമാണ്. ഹേമന്ത് സാറിന്റെ ഒരു വാക്കിൽ നിന്നും എനിക്ക് വന്ന ഒരു ഡ്രീം, ആ ഒരു ഡ്രീം ഹേമന്ത് സാറിൽ നിന്ന് തന്നെ വാങ്ങുക എന്നുള്ളൊരു എൻ്റെ ആഗ്രഹമായിരുന്നു. ഈ വേളയിൽ സാറിനോട് ഒരു നന്ദി പറയുന്നു. താങ്ക് യു GR സിംഗ് സാർ. അപ്പൊ സെയിൽസ്, ഞാൻ കാറ് വാങ്ങാനുള്ള വേറൊരു ധൈര്യം, എൻ്റെ കയ്യിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെ, എൻ്റെ കയ്യിലിരിക്കുന്നത് RCM ആണ്. ഈ കഴിഞ്ഞ GST വിലക്കുറവിൽ വന്നു, ഒരുപാട് പ്രൊഡക്ട്സിന് മാർജിൻ വ്യത്യാസം വന്നു, PV കൂടുതലാണ് അല്ലെ.
ഇപ്പൊ ജസ്റ്റ് ഹെർബൽ പേസ്റ്റിന് മാത്രം നമുക്ക് 14 രൂപ പ്രോഫിറ്റ് ആണ്. 46 രൂപയ്ക്ക് കിട്ടുന്ന പേസ്റ്റ് നമുക്ക് 60 രൂപയ്ക്ക് സെയിൽ 14 രൂപ അവിടെ പ്രോഫിറ്റ് കിട്ടുകയാണ്. അപ്പൊ ഏറ്റവും വലിയൊരു ആയുധം എന്താ? സെയിൽസ്. ഫീൽഡോ? ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംമാരിയാണ് അല്ലെ. ഞാൻ എന്റെ ഷോപ്പിൽ നിന്ന് ഇരിക്കുമ്പോൾ ഉമ്മറത്ത് കൂടെ ഡെയിലി 100-ലധികം ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്, കാറിൽ വേറെയും പോകുന്നുണ്ട്. ഒരു എക്സ്ക്യൂസ് മീ പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ സെയിൽ നടക്കും. ഞാനത് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് എനിക്ക് വരുമാനമുണ്ട്. കാർ എടുക്കാനുള്ള ഒരു ധൈര്യത്തിലേക്ക് എത്തി. ബിക്കോസ് ആർ സി എമ്മിൽ ഒരു സെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും ടീം വർക്ക് എന്ന് പറയുന്ന ഒരു പാസീവ് ഇൻകം ഉള്ളതുകൊണ്ട് എനിക്ക് ഏത് ലെവലിലുള്ള ഡ്രീം കാണാനും ഇന്ന് ഭയങ്കര ധൈര്യമാണ്, സന്തോഷമാണ്. എന്താ വെച്ചാൽ നടക്കോ നടക്കില്ലേ എന്നുള്ള ഒരു ചിന്താഗതി വിട്ടുപോയി, എൻ്റെ മൊത്തമായിട്ട് വിട്ടുപോയി. ഇനി വിചാരിച്ചത് നടക്കും. നടത്തിയ ആൾക്കാർ ഓൾറെഡി ആർ സി എമ്മിൽ ഉണ്ട്. അവരവര് വിജയ കഥകൾ പറയുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് നമ്മൾ അല്ലെ. അപ്പൊ ഇന്ന് ഇതിൽ ഒരുപാട് പുതിയ അതിഥികൾ പുതിയതായിട്ട് ആർ സി എം കേൾക്കാൻ ചിലപ്പോൾ എന്നിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും. ഒരുപാട് പുതിയ ആർ സി എം ആദ്യമായിട്ട് എന്താണ് ആർ സി എം എന്ന് കേൾക്കാൻ വന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. അപ്പൊ അവരെല്ലാവരും ഒന്നും കൂടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് സ്വാഗതം ചെയ്യുന്നു. ആർ സി എം പറയുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ആളുകളിലൂടെ ഈ ഒരു ബിസിനസ്സിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് കസ്റ്റമർക്കും അതായത് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും ഒരുപോലെ പ്രോഫിറ്റിലേക്ക് ഒരുപോലെ വിജയിക്കാനും പറ്റുന്ന ഒരു മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അതിൽ ആ രീതിയിലും നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയും കൂടിച്ചേരുന്ന ഇന്ന് ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലകളാണല്ലേ ഇ കൊമേഴ്സിലെ ഓൺലൈൻ സെയിൽസും ഓൺലൈൻ പർച്ചേസും ഒക്കെ. ഒന്നാലോചിക്കുക, നമ്മുടെ കമ്പനി അവിടെയും സെയിൽസിലെ ഓൺലൈൻ ഇ കൊമേഴ്സിലും കൈകടത്തി വളരെ നല്ല റിസൾട്ടാണ് തരുന്നത്. എൻ്റെ ടീമിൽ ഏകദേശം ബാംഗ്ലൂരിലൊക്കെ എനിക്ക് ടീമുണ്ട്. നമ്മുടെ ഒരു വിന്നർ അച്ചീവർ ഉണ്ട്, സ്റ്റാർ അച്ചീവർ ഉണ്ട് അവിടെ. അപ്പൊ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സെയിൽസ് ആണ്. കബീർ സാർ എന്ന് പറയും, ബാംഗ്ലൂർ ബേസ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ടീം ക്രിയേറ്റ് ചെയ്യുന്നത് ഓൺലൈൻ ഡെലിവറിയാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ ഇരുന്നിട്ട് കണ്ണൂരിൽ ഇരിക്കുന്ന കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് ഓൺലൈൻ ഡെലിവറി ചെയ്ത് കൊടുക്കും. കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് എത്തും. ഇന്ന് അത്തരം സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ബിസിനസ് ഫാസ്റ്റ് ആയി പോകുന്നു. അപ്പോൾ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇ കൊമേഴ്സ് മേഖലയിൽ നമ്മൾ കൈകടത്തി, അതിലും നമ്മൾ ആർ സി എമ്മിലുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണ്, 150ഓളം രാജ്യങ്ങളിലുണ്ട്, അവിടെയും നമ്മൾ അതും ആണ് ആർ സി എം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെ, ഏറ്റവും വലിയ അവസരമാണ്. കാരണം ഫേസ് വാല്യൂ ഇല്ലാതെ നിങ്ങൾക്ക് ബിസിനസിന്റെ പാർട്ട്ണർ ആവാം അല്ലെ, കമ്പനിയുടെ പാർട്ട്ണർഷിപ്പിലാവാം, ബ്രാൻഡ് അംബാസിഡർ ആവാം, ഫേസ് വാല്യൂ ഇല്ലാതെ അല്ലെ. ഇപ്പോ നമ്മളൊന്നും ആക്ട്രസ് അല്ല, സെലിബ്രിറ്റികളല്ല, പക്ഷെ ആർ സി എമ്മിലൂടെ വന്ന് നമുക്കൊരു സെലിബ്രിറ്റി ആവാനുള്ള ചാൻസും അവസരവും ആർ സി എമ്മിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു മേഖലയിൽ വലിയൊരു അവസരത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എത്തി, കാര്യങ്ങൾ കുറെ മനസ്സിലായി. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് അല്ലെ, പ്രൊഡക്റ്റ് സെയിൽസ്. സെയിൽ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ അല്ലെ, പെട്ടെന്ന് സെയിൽ ചെയ്യാൻ ഇറങ്ങുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു എനർജി കാർഷ്യം മനസ്സിലാക്കി ആവശ്യമായിട്ട് ഇറങ്ങി, പക്ഷെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയും പഠിക്കാണ്ടെയും ശ്രദ്ധിക്കാണ്ടെയും സെയിൽസിന് ഇറങ്ങിയിട്ട് നെഗറ്റീവ് വരുന്ന ആൾക്കാരുണ്ട്. കാരണം ആദ്യത്തെ ചിന്ത, സെയിൽസിൽ ഇറങ്ങുമ്പോൾ നമ്മളുടെ നിന്ന് എല്ലാവരും ഇത് വാങ്ങും എന്നുള്ള മൈൻഡിൽ ഒരിക്കലും ഇറങ്ങരുത്. സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെയിൽസ് ചെയ്യുക, അതാണ് നമ്മുടെ കർമ്മം. നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക, സെയിൽ ചെയ്യുക, കൊടുക്കുക. പക്ഷെ നമ്മുടെ നിന്ന് എല്ലാവരും വാങ്ങും, ഇത്ര രൂപയ്ക്ക് വാങ്ങും, എല്ലാവരും വാങ്ങും എന്നുള്ള മൈൻഡ് സെറ്റ് നമുക്ക് പാടില്ല. നമ്മൾ സെയിൽ ചെയ്യുക, വാങ്ങുന്നവർ വാങ്ങട്ടെ. ഇഷ്ടംമാരെ ആളുകളുണ്ട് ഇവിടെ, കൊടുക്കാൻ നമ്മൾ തയ്യാറുള്ളിടത്തോളം ഇഷ്ടംമാരെ ആളുകളുണ്ട്. നമ്മൾ ഓരോ ആൾക്കാരിലേക്ക് എത്തുക. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ സെയിൽസ് സ്കില്ലിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരണം. നമ്മൾ സംസാരിച്ച് ഇപ്പൊ ഞാനൊക്കെ ഒന്നും സംസാരിക്കാത്ത, അങ്ങനെ തന്നെ പറയാം, ഒന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു. എല്ലാ ലീഡേഴ്സും പറയുന്നുണ്ട് ഞാനൊന്നും സംസാരിക്കില്ല. അത് വെറുതെ ബിൽഡപ്പിന് വേണ്ടി പറയല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ സംസാരിക്കാൻ വളരെ ബാക്കിലുള്ള ഒരാളായിരുന്നു. പക്ഷെ ആർ സി എമ്മിലൂടെ മെല്ലെ മെല്ലെ ഞാൻ അറിയാതെ ഞാൻ തന്നെ മാറി. പിന്നീട് ഒരു ടൈം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ എന്തോരം എന്നിലേക്ക് മാറ്റങ്ങൾ വന്നു. പേഴ്സണൽ ഡെവലപ്മെന്റ് എൻ്റെ വ്യക്തിത്വത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കഴിവുകൾ ഒരുപാട് ആർജിച്ചെടുത്തു. കാരണം നിരന്തരമായ പരിശീലനം. 5 ദിവസം തുടർച്ചയായിട്ട് ഒരു സെയിലും കിട്ടാത്ത ദിവസം വരെ എനിക്കുണ്ട്. തുടർച്ചയായിട്ട് 5 ദിവസം ഞാൻ സെയിൽസിന് പോയിട്ട് ഒരു പ്രൊഡക്റ്റ് പോലും വിൽക്കാൻ പറ്റാത്ത എനിക്കൊരു അവസ്ഥ ഉണ്ടായിരുന്നു തുടക്ക സമയത്ത്. എന്തുകൊണ്ടാ? ഇപ്പത്തെ പറഞ്ഞാൽ ഞാനൊരു എന്താ പറയാ, ഇൻട്രോവേർട്ടാ അല്ലെ. എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഞാൻ ഫേസ് ചെയ്തു.
ഞാൻ അതിന് കണ്ടൊരു പരിഹാരം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ പറഞ്ഞ് ലീഡേഴ്സായിട്ട് കൗൺസിൽ ചെയ്തു, അല്ലെ, നമ്മുടെ ലീഡേഴ്സായിട്ട് സംസാരത്തിലും പല കാര്യങ്ങളും മനസ്സിലാക്കി, കുറെ പഠിച്ചു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വന്നു തുടങ്ങി. പിന്നീട് ഞാൻ സെയിൽസിന് ഇറങ്ങിയ ദിവസങ്ങളിൽ എനിക്ക് സെയിൽ ആവാതെ ഇരുന്നിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ അപ്പൊ എനിക്ക് മനസ്സിലായി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കൊരു സെയിൽസ് മേഖലയിൽ അല്ലെങ്കിൽ RCM മേഖലയിൽ വേണം, അല്ലെ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ജസ്റ്റ് എവിടെയോ ഒരുപാട് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്, അല്ലെ. സംസാരിക്കുക, അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പൊ ഈ ബിസിനസ്സിൽ തുടക്കം തൊട്ടിട്ട് വേണ്ട ഒരു സംഗതിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതേപോലെ തന്നെ ബി ആൻ എക്സ്പേർട്ട് ഇൻ സെയിൽസ്. നമ്മൾ സെയിൽസിൽ ഒരു എക്സ്പേർട്ടായി മാറണം. എങ്ങനെ എക്സ്പേർട്ടായി മാറുക? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം എക്സ്പേർട്ട് ആവും അല്ല. പറയുന്ന കാര്യങ്ങളിലെ ക്ലാരിറ്റി ഉണ്ടാവണം. എന്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടത്, അല്ലെ. നമ്മുടെ ഏതെല്ലാം കാറ്റഗറിയിൽ പ്രൊഡക്ട്സ് ഉണ്ട്, അതിന്റെ മാർജിൻ, മാർക്കറ്റിലെ വില, അല്ലെ, അതിന്റെ വില വ്യത്യാസം പറഞ്ഞു കൊടുക്കുക. പിന്നെ നീഡ് നോക്കി സംസാരിക്കുക, അല്ലെ. കാരണം കസ്റ്റമറിനെ ആവശ്യക്കാരനാക്കി മാറ്റാണ് സെയിൽസിൽ വേണ്ടത്. അല്ലാണ്ട് ആവശ്യക്കാരായ കസ്റ്റമർ ഒരിക്കലും നമ്മളുടെ അടുത്തേക്ക് വരില്ല. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഇത് ആവശ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് കാര്യമില്ല. ആ ഒരു വ്യക്തിയെ നമ്മുടെ കസ്റ്റമറാക്കി മാറ്റണം, അതായത് ആവശ്യക്കാരനാക്കി ആദ്യം മാറ്റണം. റൈസ് ബ്രാൻ ഓയിൽ എടുത്തു, 250 രൂപ MRP സാർ. എന്തിന്? 150 രൂപയ്ക്ക് ഗോൾഡ് വിന്നർ ഉണ്ട്. ശരി സാർ, ഓക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് അവിടെ സെയിൽ നടന്നില്ല. അവിടെ ആവശ്യക്കാരനാക്കണം. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ എന്താ? സാർ ഒന്ന് സമൂഹത്തിലേക്ക് നോക്കൂ, എന്തെല്ലാം ഡയബറ്റീസ് അസുഖങ്ങളാ, വൈറൽ ഫീവറാ, ഒന്ന് ആലോചിച്ചു, മലബന്ധം, പൈൽസ്, അങ്ങനെ പോലെ അസുഖങ്ങൾ, ദഹന പ്രശ്നം ഒരുപാട് വരുന്നുണ്ട്, അല്ലെ. പോഷകക്കുറവ്, പ്രതിരോധ ശേഷി ഇല്ലായ്മ. അങ്ങനെ പറഞ്ഞ് അവസാനം എന്തെത്തണം? 3 തരത്തിലെ ആന്റി ഓക്സിഡന്റ് ഉള്ള omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഒരു എണ്ണ ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ, റൈസ് ബ്രാൻ ഓയിൽ. ഇന്ന് ക്യാൻസറിനെ വരെ ചേർത്ത് നിർത്താൻ, അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ നമ്മുടെ കയ്യിൽ 3 തരത്തിലെ ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഉപയോഗിക്കാൻ നമുക്ക് ലൈഫിൽ ഇങ്ങനൊരു പ്രൊഡക്റ്റ്, അതായത് RCM ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കണം. എന്തിനാണ്? ആ ഒരു പ്രൊഡക്ട്സിന്റെ ഒരു മൂല്യം നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുക. ടൊക്കോട്രിനോളും ടൊക്കോഫിനോളും റൈസിനോളും ഇതിന്റെ ഈ ആന്റി ഓക്സിഡന്റിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നമ്മുടെ പ്ലാൻ ബുക്ക് എടുത്ത് 2 പേജ് അങ്ങോട്ട് മറിച്ചാൽ കൃത്യമായിട്ടുണ്ട്. 4-5 പ്രാവശ്യം വായിച്ചു. പുതിയ ആൾക്കാരോട് പ്ലാൻ ബുക്ക് ആദ്യം, ഞാൻ ഏറ്റവും കൂടുതൽ പ്ലാൻ ബുക്ക് ടീമിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരാൾ RCMൽ ജോയിൻ ചെയ്യാമെന്ന് ആദ്യം ഞാൻ വെക്കുന്നത് പ്ലാൻ ബുക്കാണ് ഞാൻ ആദ്യം വെക്കുക. പ്ലാൻ ബുക്കിന് പക്ഷെ PV ഇല്ലാട്ടാ. പക്ഷെ ലക്ഷങ്ങളുടെ വോളിയം ടീമിലേക്ക് കൊണ്ടുവരാനും ഭാവിയിൽ അതൊരു ലീഡറായി മാറാനും ആ ഒരു ഒറ്റ ബുക്കിന് മതി. PVയുടെ ആവശ്യമില്ല. ഒരു ബുക്ക് സെയിൽ ചെയ്താൽ മതി. ഒരു 10 പ്രാവശ്യം ആ ബുക്ക് വായിക്കുക. ആ ഒരു ഒറ്റ ബുക്ക് വായിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ RCMനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പ്രൊഡക്റ്റ് പറഞ്ഞ് ആ ഒരു കസ്റ്റമറെ നമ്മൾ ആദ്യം ആവശ്യക്കാരനാക്കി മാറ്റിയിട്ട് നമ്മൾ കൊടുക്കണം, അല്ലെ. എങ്ങനെയാണ് സെയിൽസ് ചെയ്യേണ്ടത്? അപ്പോൾ ബി എൻ എക്സ്പേർട്ട്, പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് നന്നായി നമ്മൾ പഠിക്കണം. നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും. RCM ഒരിക്കലും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം RCM ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റുകൾ പുതിയത്, നമ്മുടെ കമ്പനിയിൽ ഓരോ പ്രൊഡക്റ്റ് പുതിയത് വരാനുള്ള പ്രൊഡക്റ്റിന്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ആവുകയാണ്. ഇന്ന് പണ്ടത്തെ RCM അല്ല. ശരിക്കും ഞാനൊക്കെ വരുന്നതിന് മുന്നുള്ള RCMനെ പറ്റിയിട്ട് എൻ്റെ ലീഡേഴ്സ് പറയുമ്പോൾ ഞെട്ടും. കാരണം ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ 3 മാസം മുന്നേ പ്രചാരണം ഉണ്ടാവത്ര. പക്ഷെ ഇന്നത് നടക്കില്ല എന്ന്. കാരണം ഒരു പ്രൊഡക്റ്റ് ലോഞ്ചായി തിരിയുമ്പോഴേക്കും അടുത്ത പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ആക്കിയിട്ടുണ്ടാവും. ആ രീതിയിൽ RCM വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി എക്സ്പേർട്ട് ആവാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം ഞാൻ പറയും, ഡെയിലി പ്രൊഡക്റ്റ് നോളേജ് ഉണ്ടാക്കുക. ഡെയിലി RCMനെ പറ്റി പഠിക്കുക, പ്രൊഡക്റ്റുകളെ പറ്റി പഠിക്കുക. ഫീൽഡിൽ ഇറങ്ങുമ്പോൾ പ്രൊഡക്റ്റ് നോളേജ് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മളൊരു എക്സ്പേർട്ട് ആവുക. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ലേണിംഗ് സ്കില്ല്, 3ാമത്തെ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കണ്ടിന്യൂസ് ലേണിംഗ് സ്കിൽ, അതാണ് തുടർച്ചയായിട്ട് പഠിക്കുക. ഡെയിലി ഓരോ പ്രൊഡക്റ്റുകളെ പറ്റി പഠിക്കുക. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമുക്കല്ലേ, ഇപ്പോൾ ഒരു ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൈപ്പിന്റെ ചുവട്ടിൽ ഒരു കുടം വെച്ചാൽ ആ കുടം പൈപ്പ് ഒന്ന് തുറന്നു വിടുക, കുടം നിറയട്ടെ. കുടം നിറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും തുളുമ്പും, അല്ലെ. നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് വരും. അതേപോലെ തന്നെ ഇവിടെയും അത്ര കപ്പാസിറ്റി ഇല്ല. കുറെ അങ്ങോട്ട് പഠിച്ചോണ്ടേ ഇരുന്ന നമ്മുടെ തുളുമ്പും, നമ്മുടെ മൈൻഡിൽ നിന്നും തുളുമ്പും. എങ്ങനെയാണ്? നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ വായിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മളൊരു എക്സ്പേർട്ടിലേക്ക് കടക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗ് സ്കില്ലും ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസിൽ. അതേപോലെ ടീം വർക്ക്, അല്ലെ. ടീം വർക്കാണ് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുക. പക്ഷെ തുടക്കത്തിൽ ഓടി വന്ന് നമുക്ക് അതിന്റെ ടീം വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആരും ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് അല്ല. ഡയറക്റ്റ് സെല്ലിംഗ് നമ്മൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നെറ്റ്വർക്കിൽ ആദ്യമായിട്ടാണ് കാലെടുത്ത് വെക്കുന്നവരാണ്, അല്ലെ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ്?
ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ ടീം വർക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഭാഷയാണ് കേട്ടോ, അടിപൊളിയായിട്ട് ടീം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് സെയിൽസ് ആണ്. കാരണം എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ടീം ഉണ്ടാക്കി എന്താ അവിടെ നടക്കേണ്ടത്, 1-ാം തീയതി തൊട്ടിട്ട് 30-31-ാം തീയതി ഉള്ളിലോ പർച്ചേസ് വോളിയം കയറണം അല്ലെ, പർച്ചേസ് വോളിയം കയറണം, പറഞ്ഞാൽ അവിടെ സെയിൽ നടക്കണം, നമ്മുടെ കസ്റ്റമർ റീപർച്ചേസ് വരണം. ആ കസ്റ്റമർ കൂടുതൽ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കസ്റ്റമർ സെയിൽ ചെയ്യുന്ന ഒരു കസ്റ്റമർ, ആ ഒരു സെയിൽ ചെയ്യുന്ന ഒരു അസോസിയേറ്റ് ബയറായി മാറണം. ഒരു സെയിൽ ചെയ്യുന്ന 10 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ 10 പേരെ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. അത്ര റിസൾട്ടാണ് സെയിൽസിലും ഫീൽഡ് വർക്കിലും. ഒരുപാട് ഇപ്പൊ പുതിയതായിട്ട് ആർസിഎമ്മിൽ വന്നിട്ടും അതേപോലെ ഒരുപാട് പേര് ഫീൽഡിലേക്ക് ഇറങ്ങാതെ ബിസിനസ് നല്ല രീതിയിൽ, അതായത് ഫീൽഡിലേക്ക് ഇറങ്ങാതെ വീട്ടിലിരുന്നു കൊണ്ട് കോൺടാക്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉണ്ടാവുന്ന ഒരു കുഴപ്പത്തിൽ നമുക്ക് ജോയിനിങ് വരും, പക്ഷെ റീപർച്ചേസും ടീമും വരില്ല, സെയിലും കയറില്ല. അതായത് ടീമിൽ നെറ്റ്വർക്ക്, നമ്മുടെ ടീമിൽ പർച്ചേസ് വാല്യൂ കയറില്ല. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നോണ്ടാ. ഒന്ന് ഫീൽഡിൽ ഇറങ്ങിയ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമുക്ക് കിട്ടും. എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വിജയിക്കായിരുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരിലേക്ക് ഓടിച്ചെന്നെത്തില്ല. 100 ആൾക്കാരെ കണ്ട് 101-ാമത്തെ ആളായിരിക്കും അത്ര ആഗ്രഹമുള്ള നാളേക്ക് നമ്മുടെ ടീമിൽ ഒരു ഡയമണ്ട്. അതുകൊണ്ട് ആ 100 പേരെ കടന്നു പോകലാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ആ കടന്നു പോകാനാണ് നമുക്ക് ആദ്യം വേണ്ടത്, സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുക, കടന്നു പോയിക്കൊണ്ടേയിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഡെയിലി ഫീൽഡിൽ ഇറങ്ങുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ടീം വരുന്നുണ്ട്, നല്ല രീതിയിൽ സെയിൽസ് വരുന്നുണ്ട്, ഒരുപാട് ഫ്രഷ് കോണ്ടാക്റ്റുകൾ കിട്ടുന്നുണ്ട് അല്ലെ. പ്രോസ്പെക്ട് ലിസ്റ്റ് വലുതാക്കണേ നമുക്ക്, കാരണം നമ്മുടെ പേഴ്സണൽ ലിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഫില്ലാവാം, നിറയാം അല്ലെ. അത് കഴിയും എപ്പോൾ വേണം. നമ്മൾ ഒരുപാട് ഉണ്ടാക്കി പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് ഫോളോ അപ്പ് നടക്കുള്ളൂ. ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടോ 7 മാസം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ 4-5 മാസം, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫോളോ അപ്പിന്റെ ഒരു പവർ കാരണം കൊണ്ട് അവർ പിന്നീട് ആർസിഎമ്മിലേക്ക് വരുന്നത്. പക്ഷെ ആ ഒരു അത്രയും ഒരു വർഷക്കാലം നമുക്ക് ആ ഒരാളെ മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതിയോ? നമുക്ക് എല്ലാ മാസവും ജോയിനിങ് വരണം, എല്ലാ മാസവും ടീമിലേക്ക് ആള് വരണമെങ്കിൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബെറ്ററായി നടക്കും. കാരണം നമ്മുടെ ഈ ബിസിനസ്സിന് എന്നും പണ്ടും അതേപോലെ നമ്മുടെ ലീഡേഴ്സിന്റെ കേട്ടതാട്ടോ, പണ്ടും ഈ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത് സ്ട്രേഞ്ചേഴ്സ് ആണ് അല്ലെ. പണ്ടും ഈ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത് സ്ട്രേഞ്ചേഴ്സ് ആണ്, നമ്മുടെ ആർസിഎമ്മിനെ കൊണ്ടുപോകുന്നത്. ഇന്നും അതേപോലെ എന്റെ ടീമിൽ എന്റെ ഫാമിലിയോ എന്റെ ഫ്രണ്ട്സോ ആരും ഈ ബിസിനസ് എന്നെ വളർത്താൻ എന്നെ സഹായിച്ചിട്ടില്ല. എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ റോയൽറ്റി ആവാനും എന്റെ ടീം വളർത്താൻ വേണ്ടിയിട്ട് ഫാമിലി ആവട്ടെ അതേപോലെ എന്റെ ഫ്രണ്ട്സ് ആവട്ടെ അവരൊന്നും സഹായിച്ചിട്ടില്ല. അതായത് അവർ ജസ്റ്റ് ജോയിൻ ചെയ്തു, സാധനം വാങ്ങുന്നു, അത്രേ ഉള്ളൂ. സ്ട്രേഞ്ചേഴ്സ് എന്ന് ബിസിനസ്സിലേക്ക് വരാൻ തുടങ്ങിയോ, ഐഡിയ എടുത്ത് കാല് വെക്കാൻ തുടങ്ങിയോ, അവരോട് സംസാരിക്കുമ്പോൾ അവരിലൂടെയാണ് ടേൺ ഓവർ കൂടുന്നതും പിൻ ലെവൽ മാറുന്നതും അവരും അച്ചീവ് ആണ്. സ്ട്രേഞ്ചേഴ്സ് ആണ് അപ്പൊ ബിസിനസ്സിനെ കൂടുതൽ നിങ്ങളെ വളർത്തുക. സ്ട്രേഞ്ചേഴ്സ് വരുമ്പോഴാണ് നിങ്ങൾ ആർസിഎമ്മിൽ വലിയ അച്ചീവ്മെന്റിലേക്ക് കയറുക, ഒരു വഴിത്തിരിവുകൾ വരിക. അതുകൊണ്ട് തന്നെ സ്ട്രേഞ്ചേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോഴും എന്താ പ്രശ്നം, നമ്മൾ ഫീൽഡിൽ ഇറങ്ങണം. അപ്പൊ അത് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഫീൽഡ് വർക്ക് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർസിഎമ്മിൽ. ഇന്ന് ഒരുപാട് കാലം ഇറങ്ങണോ റമീസ് സാർ, ഒരുപാട് കാലം നമ്മൾ ഇറങ്ങണോ? വേണ്ട അല്ലെ. ആജീവനകാന്തം സെയിൽസ് ചെയ്യണ്ട. ഇവിടെ ഞാനിടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടു. 40-50 കൊല്ലം ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ആളുകൾക്ക് മടുപ്പില്ല, ക്ഷമയുണ്ട്. പക്ഷെ 2-3 വർഷം അവനവന്റെ ബിസിനസ്സിന് വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ യാതൊരു ക്ഷമയില്ല. 2-3 വർഷം അതില് ഏറിപ്പോയാരോ, ഞാൻ ശരിക്കും പറഞ്ഞ ഫീൽഡ് വർക്ക് 1.5 വർഷം തറവായിട്ട് ചെയ്തു. 1.5 വർഷം ഫീൽഡ് തന്നെയാണ്. രാവിലെ ഇറങ്ങുക വൈകുന്നേരം വരിക, രാവിലെ ഇറങ്ങുക വൈകുന്നേരം വരെ, ഇത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നു 1.5 വർഷക്കാലത്തിന്. ആ 1.5 വർഷം നല്ല രീതിയിൽ ഫീൽഡ് വർക്ക് ചെയ്തു. ഒരുപാട് ആളുകൾ എൻ്റെ ടീമിലേക്ക് വന്നു, ഒരുപാട് ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ചെയ്ത. കാരണം ഫീൽഡിലേക്ക് നിരന്തരമായിട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ മാറ്റങ്ങൾ എൻ്റെ കസ്റ്റമർ കണ്ടോണ്ടിരിക്കുക. ആദ്യം നടന്നിട്ട് വന്നു, പിന്നെ ബൈക്കിൽ വന്നു, പിന്നെ കാറിൽ വരുന്നു, ഷോപ്പ് ഇടുന്നു, അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. എന്താ അത്? അവർ ചിന്തിക്കില്ലേ, നടന്ന് എൻ്റെ വീട്ടിൽ സാധനം കൊണ്ടു തന്ന ഒരു വ്യക്തി കടയിട്ടു, മീറ്റിംഗ് എടുക്കുന്നു, ഡ്രീമുകൾ അച്ചീവ് ചെയ്യുന്നു. അവർ സ്വാഭാവികം ചോദിക്കാൻ തുടങ്ങി. നിരന്തരമായിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തോണ്ടിരുന്നു. അവർ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചതും അവരെ സെയില് എൻ്റെ ഒരു കസ്റ്റമറായിട്ട് നടത്തി. ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ പെട്ടെന്ന് എൻ്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കില്ല ഞാൻ. കാരണം ഒരു ചായപ്പൊടി വാങ്ങുന്ന ആളെയൊന്നും ഞാൻ എൻട്രി കൊടുക്കില്ല. ചായപ്പൊടി വാങ്ങിയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ഫ്രീ പ്രൊഡക്ട്സ് പോലും വരില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1000 രൂപ 1500 രൂപയുടെ പ്രൊഡക്ട്സ് അവർ ചുരുങ്ങിയത് വാങ്ങാൻ ഉപയോഗിക്കുമ്പോൾ ആ ലെവൽ എത്തുമ്പോഴാണ് അവരോട് ഞാൻ ആർസിഎമ്മിന്റെ ഐഡിയയുടെ കാര്യം സംസാരിക്കും.
എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ട്. ആ വ്യക്തി RCMൽ വന്ന് കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടണം അല്ലെ. നമ്മളെല്ലാവരും RCMന്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി വന്ന ആൾക്കാരാണ്, വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അല്ലെ. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ RCMലെ ബെനിഫിറ്റ്സുകൾ കിട്ടൂ അല്ലെ. ഫ്രീ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ മിനിമം 100 PV വേണ്ടേ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫീൽഡ് വർക്ക് ഞാൻ ഇന്ന് എന്റെ ടീമിലെ ആളുകളും ഫോക്കസ് ചെയ്യുന്ന ഫീൽഡ് വർക്കാണ്. അതായത് ചൊട്ടയിലെ ശീലം ചുടല വരെ പറയുന്ന പോലെയാണ്. നമ്മൾ പഠിപ്പിച്ചതും നമ്മൾ ചെയ്തതും നമ്മളെ ലീഡറിനെ ചെയ്യുന്നതും ആദ്യം തന്നെ ഞാൻ പോയി പറഞ്ഞ കാര്യം, നമ്മൾ ഇൻസൈഡ് ചെയ്തിട്ടൊക്കെ പോണ സമയത്ത് അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഓ മാർക്കറ്റ് ചെയ്യാൻ ആൾ വന്നു, ഞാൻ അടുത്ത വായിക്കോട്ടെ സാറേ, ഞാൻ എന്റെ സ്വന്തം ഷോപ്പ് മാർക്കറ്റ് ചെയ്യാൻ വന്ന പറയും. എന്റെ സ്വന്തം ഷോപ്പും എന്റെ സ്വന്തം പ്രൊഡക്റ്റും പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ, അല്ലാണ്ട് വേറെ കമ്പനിയുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നല്ല. ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ് അതാ. അവർ പറഞ്ഞു കുട്ടിയെ ഒന്നും വേണ്ട എന്ന് പറയും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, സാറേ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താൻ വന്നല്ല, ഇവിടെ എന്റെ അടുത്ത കടയുണ്ട്. എവിടെയാ വെച്ചാൽ പോലെ, ഞാൻ ഇപ്പൊ പാലക്കാട് പോലെ RCM ഷോപ്പ് ഉണ്ട്. ഞാൻ പറയാം അത് എന്റെ കടയാണ്, കമ്പനിയുടെ 2% ടേൺ ഓവർ വാങ്ങുന്ന ഒരാളാണ് ഞാൻ, റോയൽറ്റി ബോണസും വാങ്ങുന്നതാണ്. അതുകൊണ്ട് എന്റെ കടയാണ് സാറേ, ഞാൻ എന്റെ സ്വന്തം കട അവിടെ ഉണ്ട്, അത് പരിചയപ്പെടുത്താൻ വന്നതാണ്, ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് നേരിട്ട് ഇങ്ങനെ ഒരു ഓഫറുകൾ ഉണ്ട്. കാരണം ഞങ്ങൾ ഈ പരസ്യത്തിലൂടെ ചെയ്യില്ലത്. എന്തുകൊണ്ടാണെന്നറിയോ, എന്തിനാ വെറുതെ പരസ്യക്കാർക്ക് പൈസ ഉള്ളവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളെപ്പോലെ കസ്റ്റമറിലേക്ക് ഒരവസരം എത്തിച്ചേരുന്നില്ല. അപ്പൊ ഞങ്ങൾ അവസരം എത്താനാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം നേരിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. ഒരു സാധനം എടുക്കണ്ട, ഒരു സാധനവും ചേച്ചി എടുക്കണ്ട, ഞാൻ പറഞ്ഞത് കേൾക്കൂ. പറഞ്ഞ് അവസാനം എല്ലാ സാധനവും എടുപ്പിക്കും. അത് രണ്ടാമത്തെ ടാർഗറ്റ് നമ്മുടെ, അത് രണ്ടാമത്തെ ഗോളാണ്. ആദ്യത്തെ ഗോൾ എന്താ, ഒരു സാധനം പർച്ചേസ് ചെയ്യേണ്ട നമ്മൾ അവരുടെ അടുത്ത് പറയും, ജസ്റ്റ് കേട്ടാൽ മതി. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവസരം മൊത്തം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ എന്തായി, സ്വാഭാവികം ഒരു സാധനം എടുക്കും അല്ലെ. ചില കസ്റ്റമറെ നമുക്ക് അവർ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കയ്യോടെ അവർക്ക് ഐഡിയയും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യും. ചില റയർ ചില കസ്റ്റമർക്ക് നമ്മൾ പ്രൊഡക്ട്സ് കൊടുത്ത് ഉപയോഗിച്ച് 2-3 മാസം പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് RCMലേക്ക് കൊണ്ടുവരുള്ളൂ, ഐഡിയിലേക്ക് കൈകയറ്റി കൊണ്ടുവരുള്ളൂ. അതുപോലെ ഫീൽഡ് വർക്കിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്, നമ്മൾ ഫീൽഡിൽ ഇറങ്ങി കൊണ്ടുവരുന്ന സ്ട്രേഞ്ചേഴ്സിന്റെ കോണ്ടാക്ട് എന്നും നമ്മുടെ ഒപ്പം ഉണ്ടാവും, പർച്ചേസ് ആയിട്ടുണ്ടാവും. അവര് പിന്നെ പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്താൽ നല്ലൊരു കസ്റ്റമർ ആണ്, അവർ കൺസിസ്റ്റൻസിയിലേക്ക് കയറും. കൺസിസ്റ്റൻസിന്ന് മെല്ലെ അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരും, ഡയമണ്ട് ക്ലബിലേക്ക് കൊണ്ടുവരും, പിന്നെ അച്ചീവ്മെന്റിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ അവര് ഈ ബിസിനസ് ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്ത് നമ്മളെക്കാൾ ശക്തരായ ഒരു ലീഡറെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അല്ലെ. എന്നാൽ ഇത് സാധിക്കുന്നത് സ്ട്രേഞ്ചേഴ്സിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സെയിൽസും ഫീൽഡ് വർക്കും നമുക്ക് ബിസിനസ്സിൽ നല്ല രീതിയിൽ ടീമിനെ വളർത്താൻ സഹായിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം ട്രസ്റ്റ് അല്ലെ. സെയിൽസിൽ ട്രസ്റ്റ് വേണം, വിശ്വാസം. നമ്മുടെ കസ്റ്റമർ വിശ്വസിച്ചാലല്ലേ വീണ്ടും നമ്മുടെ നിന്ന് സാധനം വാങ്ങും. അപ്പൊ വിശ്വസിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ നല്ല രീതിയിൽ വിശ്വസിച്ചാലാണ് ഒരു കസ്റ്റമർ, നമ്മളെ വിശ്വസിച്ചാലേ നമ്മളിൽ നിന്ന് വീണ്ടും വീണ്ടും സാധനം വാങ്ങും, നമ്മൾ പറയുന്ന കാര്യം കേൾക്കും അല്ലെ. ഓടിച്ചെന്നിട്ട് ആധാർ തരണം സാർ, ഒരു OTP വരും പറഞ്ഞു തരും ചോദിച്ചാ അവരാദ്യം വിട്ടോ, തിരിഞ്ഞു വിട്ടോ പറയും. എന്താ ഇന്ന് ആധാറൊക്കെ പറഞ്ഞു കൊടുത്തൊരു OTP ചോദിക്കണത്, എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ, എങ്ങനെ വിശ്വസിക്കും. അപ്പൊ വിശ്വാസമാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. RCMല് വിശ്വാസമാണ് അല്ലെ. എനിക്ക് 100% വിശ്വാസമാണ് കമ്പനി, 100% എനിക്ക് RCM കമ്പനിന് വിശ്വാസമാണ്, പ്രൊഡക്റ്റിൽ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം എന്നിൽ എത്രത്തോളം ഉണ്ടോ അത് എൻ്റെ നിന്ന് പുറത്തേക്ക് വരും. ഞാൻ അത്രത്തോളം വിശ്വസിക്കുമ്പോൾ അത്രത്തോളം ശക്തമായിട്ടുള്ള എൻ്റെ സംസാരത്തിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള വാക്കുകളാണ് പുറത്തേക്ക് വരിക. ആ വാക്കുകൾ കസ്റ്റമറുടെ ഉള്ളിലേക്ക് കയറും. 100% ട്രസ്റ്റഡ് ആയിട്ടും വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ RCM. അപ്പൊ ട്രസ്റ്റ് ഉണ്ടാക്കണം, കസ്റ്റമറിലേക്ക് ട്രസ്റ്റ് ഉണ്ടാക്കണം. ആദ്യത്തെ കാര്യം ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് നല്ല നോളേജ് ഉണ്ടാവണം അല്ലെ. ഒരു പുതിയൊരു മേഖല, ഒരു കാര്യം പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ, എന്താ നിങ്ങളുടെ സംഭവം, എന്താണ് RCM? സാർ RCM ഒരു കമ്പനിയാണ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുക. അപ്പൊ എന്താ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, എന്താ അതിന്റെ പ്രത്യേകത? നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റ് പറയുന്നു, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പറയുന്നു, മാർക്കറ്റിംഗ് പ്ലാൻ അവതരിപ്പിക്കുന്നു, ഇടനിലക്കാരും പരസ്യക്കാരും കഴിഞ്ഞ് കസ്റ്റമറിലേക്ക് എത്തുന്ന പ്രൊഡക്റ്റ് ട്രഡീഷണൽ മാർക്കറ്റിലൂടെ ഇങ്ങനെയാണ് സാർ,
ഡയറക്റ്റ് മാർക്കറ്റ് ഇന്നതാണ് സാർ. നമ്മുടെ കമ്പനി നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയുടെ ഷോപ്പിലൂടെ കസ്റ്റമറിലേക്ക് എത്തുന്നു, റീസണബിൾ പ്രൈസിന് പ്രൊഡക്റ്റ് കിട്ടുന്നു, ഒറിജിനൽ ഉൽപ്പന്നം 100% കിട്ടുന്നു ഉറപ്പുവരുത്താൻ പറ്റും. കാരണം ഇടനിലക്കാരില്ല ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കലർത്താൻ. പിന്നെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അവരാരും ഉണ്ടാക്കണതല്ല, കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് കമ്പനി വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ബില്ലടിക്കാൻ പറ്റും അല്ലേ? കമ്പനി മൈൻറ്റനൻസിൽ ഇട്ടാൽ നമുക്ക് ബില്ലടിക്കാൻ പറ്റുമോ? കമ്പനി വിചാരിക്കുമ്പോൾ കമ്പനിയുടെ സോഫ്റ്റ്വെയർ നമ്മൾ ബില്ലടിക്കണം, 100% ഒറിജിനൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ മാർക്കറ്റ് ഡിഫറൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ട്രസ്റ്റ് വരും. എന്തുകൊണ്ടാ? നമ്മൾ അവിടെ വളരെ നല്ല രീതിയിൽ ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞു കൊടുത്തു. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയാണ് സാർ RCM. നമ്മുടെ പ്രൊഡക്ട്സ് ഇത്ര രൂപയാണ്, ഇന്ന ക്വാളിറ്റി ആണ്, സാറിലേക്ക് അത് ഇത്ര രൂപയ്ക്ക് എത്തും, സാറിന്റെ ഡിസ്കൗണ്ട് ID അല്ലെങ്കിൽ ഒരു ID ഇതിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാർക്ക് ഇന്ന വില കുറവ് കിട്ടും. അതാണ് സാർ ഈ ട്രഡീഷണൽ ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന RCM കമ്പനിയുടെ സ്പെഷ്യാലിറ്റി. അപ്പൊ നമ്മളവിടെ ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞു കൊടുത്തു. ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെ സാർ, എങ്ങനെ ഈ ബിസിനസ് റൺ ആവണം സാർ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെയാണ് സാർ റൺ ആവുന്നത്. എന്താ ആ ഇൻഡസ്ട്രി സാർ? ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഒരു ബിസിനസ്സിലേക്ക് വന്ന് ബിസിനസ്സിൽ വിജയിക്കാൻ, സീറോ ഇൻവെസ്റ്റ്മെന്റിൽ വന്ന് ഈ ബിസിനസ്സിൽ വിജയിച്ച് കോടീശ്വരനാവാൻ ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലൂടെ സാധിക്കും. എങ്ങനെ സാർ? സാർ ഒരു കസ്റ്റമറായിട്ട് RCMലേക്ക് വരൂ, സാറ് 10 പേരിലേക്ക് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യൂ. സാറിന് എന്ത് ചെലവുള്ളത്? വെറുതെ വേണ്ട, സാറ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് മാത്രം ചെയ്താൽ മതി. ഇഷ്ടപ്പെടാത്ത പ്രോഡക്റ്റ് സാർ പ്രൊമോട്ട് ചെയ്യരുത്. ഞാനല്ല പറഞ്ഞത്, അത് TCG പറഞ്ഞത്, നമ്മുടെ MD ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് 10 പേരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് വല്ല ചെലവുണ്ടോ? സാധാരണഗതി ചെയ്യാറുണ്ട്. ഞാനിപ്പോ ഇറങ്ങിയ മൂവി കാന്താര കണ്ടു, ഒരുപാട് പേരിലേക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്തു. 5ന്റെ പൈസ ഈ എന്റെ അടുത്തുള്ള തിയേറ്ററിന്റെ ഉടമ തന്നിട്ടില്ല. ഞാൻ നല്ല പ്രൊമോഷൻ നടത്തി. ആ സിനിമയുടെ ഡയറക്ടർ തന്നിട്ടില്ല, നായകൻ തന്നിട്ടില്ല, ആ ഒരു ക്രൂ നമുക്ക് ഒന്നും തന്നില്ല. പക്ഷെ ഞാൻ പരസ്യം നടത്തി. എന്റെ ഫ്രണ്ട്സിനോടല്ല, ഞാൻ പോയി കണ്ടു, നല്ല പടമാണ്, ഒന്ന് പോയി കണ്ട്. ഈ ഒരു അത്യാവശ്യം മനസ്സിലാക്കാനൊക്കെ ഡിവോഷണൽ രീതിയിലുള്ള ഒരു പടമാണ്. ഞാൻ ഒരുപാട് എന്റെ ഫ്രണ്ട്സിനെയും എന്റെ RCMലെ നമ്മുടെ ഒരുപാട് അസോസിയേറ്റ് ബയറിനൊക്കെ പറഞ്ഞു. എനിക്ക് 5ന്റെ പൈസ കിട്ടിയില്ല. ഇത് ഞാൻ മാർക്കറ്റ് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു. ഇതറിയാതെ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഓണത്തിന് ഒരു ഡ്രസ്സ് വാങ്ങി, ആ അടി മോളെ നീയേ അവിടെ പോയിക്കോട്ടോ, നമ്മുടെ കൂട്ടുപാത ഒരു കടയുണ്ട്, 50% വിലക്കുറവുണ്ട്, നീ പോയോ, നല്ല കളക്ഷൻ ഉണ്ട്, ഒന്ന് പോയിക്കോ പറയും. എന്താ കിട്ടും നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട്? ഒന്നും കിട്ടില്ല. നമ്മൾ അവിടെ മാർക്കറ്റ് ചെയ്തു, നമ്മൾ അവിടെ മാർക്കറ്റിംഗ് ചെയ്തു, അവർക്കൊരു സെയിൽ ഉണ്ടാക്കി കൊടുത്തു, നമുക്കൊന്നും കിട്ടിയില്ല. ആ സ്ഥാനത്ത് സാർ ഇത് സ്ഥിരം ചെയ്യണതാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അറിയാതെ നമ്മളിലൂടെ പോകുന്നുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു, ഏട്ടാ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു തരുമോ? ഞാൻ ഇവിടെ ഉള്ള ആളല്ല പറഞ്ഞു. ഞാൻ വിളിച്ചു കൊടുക്കില്ലേ ഓട്ടോറിക്ഷ? ആ ഓട്ടോറിക്ഷക്കാരന് പൈസ കിട്ടി, എനിക്ക് എന്ത് കിട്ടി? എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. നമ്മളെല്ലാവരും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളിലൂടെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്ന് ചെയ്താൽ 7 തലമുറ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? വെറുതെ ചെയ്യണു. വേണമെന്ന് വെച്ച് അവനാനും വേണം വെച്ച് നമ്മുടെ അടുത്ത തലമുറകൾക്കും നമ്മുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ വിജയത്തിനും വേണ്ടി നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച ചെയ്തുകൂടെ? അപ്പൊ ആ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഏകദേശം അമേരിക്ക പോലെയുള്ള കൺട്രിയില് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വരുമാനം വാങ്ങുന്നത് 1500 കോടിയൊക്കെ ഒരു മാസത്തെ വരുമാനം ഈ ഇൻഡസ്ട്രിയിൽ. അതേ ഇൻഡസ്ട്രി നമ്മുടെ കയ്യിൽ കിട്ടി. പക്ഷെ അദ്ദേഹം, നമ്മുടെ സുരാഗ് സാറ് പറഞ്ഞത്, നല്ല വിശപ്പുണ്ട്. എന്തിനാ? നല്ല സദ്യ കഴിക്കാനല്ല, വിജയിക്കാനും രക്ഷപ്പെടാനും അല്ലെ? നല്ല വിശപ്പുണ്ട് സുരാഗ് സാറ് പറഞ്ഞ പോലെ. അതേപോലെ അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട്. അദ്ദേഹം അല്ലെ, ഒരു ഉദാഹരണം പറഞ്ഞ, നമ്മള് പുറത്തു പോയി ലേശം വഴുകി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നല്ല വിശപ്പുണ്ടെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്ന് എത്താൻ നോക്കും? ഒരു വിശപ്പും ഇല്ലെങ്കിൽ മെല്ലെ എത്തുള്ളൂ. ആ 2 സ്പീഡാ പറയുന്നത്. വിശന്നിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയൊന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ ഫാസ്റ്റിൽ എത്തും. നമ്മുടെ ലക്ഷ്യം എന്താണ്? 100% വീട്ടിലെത്തുക, ഫുഡ് കഴിക്കുക, വിശന്നിരിക്കണ സമയത്ത്. അല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് തിരിച്ചെത്താനായിരിക്കും. എന്താ വീട്ടിൽ പോയിട്ട് വലിയ കാര്യമില്ല, അതിൽ കൂടെ ഒക്കെ പോയി 4 പേരൊക്കെ കണ്ട് കുശലം പറഞ്ഞിട്ട് എത്താം. അപ്പൊ 2 രീതിയിലാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെന്ന് വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ എന്തിനോ വേണ്ടിയിട്ടും ആരൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും കാര്യം മനസ്സിലാവാത്ത ആൾക്കാർ ഉണ്ട്. നമുക്ക് മനസ്സിലാവേണ്ട എത്രയും പെട്ടെന്ന് RCMൽ 21 സ്റ്റെപ്പ് പറയണത് എന്തിനാ? നമ്മൾ ആരെങ്കിലും സ്റ്റെപ്പ് 10 ദിവസം കൊണ്ട് കയറുമോ? എന്റെ വീട്ടിലെ സ്റ്റെയർ കേസ് ഞാൻ 10 ദിവസം കൊണ്ടും, അതായത് 10 ദിവസം എടുക്കും ഞാൻ ആ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തില്ലല്ലോ. പെട്ടെന്ന് കയറില്ലേ ചെയ്യുക.
ആ ഒരു 21 സ്റ്റെപ്പ് നമുക്ക് കമ്പനി സ്റ്റെപ്പ് എന്ന രീതിയിലേക്ക് പറഞ്ഞ എന്താണെന്നറിയോ, എത്രയും പെട്ടെന്ന് കയറി കയറി വരാനാ. ഞാൻ അങ്ങനെ കണക്കാക്കുക. 21 പടി അങ്ങോട്ട് കയറി മുകളിലെത്താം. അപ്പൊ 21 പടി കയറണമെങ്കിൽ അതിൻ്റെതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ആ ഒരു ട്രസ്റ്റ് ഇവിടെ വരണം. അവനവന് കമ്പനിയോട് വിശ്വാസം വേണം, അവനവന് കമ്പനിയുടെ പ്രൊഡക്റ്റിനോട് വിശ്വാസം വേണം. 100% അത് ഉപയോഗിച്ച് ഫീൽഡിൽ ഇറങ്ങി 10 പേർക്ക് കൊടുത്ത് അവരെ ഫീഡ്ബാക്ക് എടുത്ത ഒരു ലീഡർക്ക്, ഒരു അസോസിയേറ്റ് ബയ്യർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ടാവും. ചെയ്തവർക്ക് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ടാവും, ചെയ്യാത്തവർക്കോ പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും പറയുന്ന ആള് എന്തെങ്കിലും ചെയ്ത ആളായിരിക്കും. ഒന്നും ചെയ്യാത്ത ആൾക്കാര് ഒന്നും പറയില്ല. അപ്പൊ എന്തെങ്കിലും പറയുന്ന ഒരു ആക്റ്റീവ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡറായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ടീമിനെ ആദ്യം പഠിപ്പിക്കേണ്ടത് സെയിൽസ്, ഫീൽഡ് വർക്ക്. ഫീൽഡിൽ ഇറങ്ങി സെയിൽസ് ചെയ്ത് കസ്റ്റമറെ ഹണ്ട് ചെയ്യണം, അല്ലെ? വേട്ടയാടണം അല്ലെ? ഹണ്ട് ചെയ്യണം കസ്റ്റമറെ. എങ്ങനെ ഹണ്ട് ചെയ്യുക? അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുക, അവസരം പറഞ്ഞു കൊടുക്കുക, പ്രൊഡക്റ്റുകളെ പറ്റി പറഞ്ഞു കൊടുക്കുക. അവൻ നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വിടുക. അവിടെ കടന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നുണ്ട് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കി, 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ആകെ 3.5 ലക്ഷം 4 ലക്ഷം അടുത്ത ആൾക്കാരുള്ളൂ. ബാക്കിയൊക്കെ ആർക്കാ? ഫീൽഡ് വർക്ക് കുറവുള്ളതുകൊണ്ടാണ് അത്രയും ആളുകൾക്ക് എത്താത്തത്. ഇപ്പൊ എന്റെ പഞ്ചായത്ത് തന്നെ 14 വാർഡുകളിലേക്കും RCM എല്ലാവിടെയും എത്തി. പക്ഷെ എന്നാലും 14 വാർഡിലെ ആൾക്കാർ വന്നാൽ ഞാൻ ഇന്ന് ഇവിടെ സ്റ്റാർ ഡയമണ്ട് ആയനെ. പക്ഷെ 14 വല്ല ആളുകൾ വന്നില്ല. പക്ഷെ അവിടെയൊക്കെ RCM അറിയാം. നമ്മൾ ഈ ഫീൽഡ് വർക്ക് എടുത്ത് ഒരാളിലൂടെ അറിഞ്ഞ് അത് അങ്ങനെ എത്തി. അപ്പൊ ഇൻഡസ്ട്രി നോളേജ് വേണം. പിന്നെ ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റ് നോളേജ് നിങ്ങൾ കയ്യിൽ കരുതി. നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റുകളെ പറ്റി നിങ്ങൾക്ക് ആദ്യം പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റും ആവണം. ആ രീതിയിലേക്ക് നിങ്ങൾ ഫീൽഡ് ഇൻഡസ്ട്രി നോളേജും പ്രൊഡക്റ്റ് നോളേജും ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാൻ പറ്റും? ഈ ആളുകളുടെ കസ്റ്റമറെ ട്രസ്റ്റ് എടുക്കാൻ പറ്റും. കാരണം ഒരു ഡൗട്ട് ചോദിച്ചാൽ, സാർ ഒരു മിനിറ്റ് ഞാൻ ലീഡർ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞാൽ പോയി. നമ്മൾ ആ നേരം അവര് ചോദിക്കണേനെ മുന്നേ നമുക്കറിയാൻ ഒരു സൈക്കോളജിക്ക് നമുക്ക് ലേശം വേണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കസ്റ്റമർ എങ്ങനെ ചിന്തിക്കുക? നമ്മൾ ആവശ്യം പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഇത് എന്ത് കമ്പനി, ഇത് എവിടെ ഉള്ളതാ? നമുക്കറിയാം ആ ചോദ്യം വരൂ. അപ്പൊ നമ്മൾ ആ ചോദ്യം വരുന്നതിന് മുന്നേ നമ്മൾ അതിന് ഉത്തരം കൊടുക്കും. അപ്പൊ എന്റെ ഉള്ളിലുള്ള ചോദ്യം ഉള്ളിൽ തന്നെ ആൻസർ കിട്ടിയിട്ട്. അതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് നോളേജും ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും നല്ല നോളേജും ഇൻഡസ്ട്രീനെ ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. പക്ഷേ കമ്പനി പ്രൊഫൈല്, നമ്മുടെ കമ്പനി എന്താണ് 100% നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. പറ്റിയ 2-3 വീഡിയോസും ആ 8 മിനിറ്റ് വീഡിയോ ഒക്കെ കയ്യിൽ കരുതുക. അതുപോലെ കമ്പനിയുടെ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു. ഇതാണ് സാർ കമ്പനി. നമ്മൾ പറഞ്ഞ കുന്നംകുളത്തെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് അല്ല. 600 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന 17 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ച് കിടക്കുന്ന ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 60,000 കോടി ആസ്തിയുള്ള ഒരു കമ്പനിയാണ് സാർ ഞങ്ങളുടെ. ചിരിച്ച് പറയണം. എന്തിനാ പഠിക്കണ്ടത് ഇതൊക്കെ പറയാൻ? ഇതൊക്കെ നമ്മൾ അഹങ്കരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അഹങ്കരിക്കരുത്, പറഞ്ഞോ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ആളുകളോട് പറയുമ്പോൾ, ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സെയിൽ 100% കിട്ടും, ട്രസ്റ്റും കിട്ടും. അതേപോലെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. സിമ്പിൾ ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും ഒരുപാട് എന്താ പറയാ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാതെ, ഒരുപാട് കോംപ്ലിമെന്റ് ആയിട്ട് ഇത് അവരിലേക്ക് എത്തിക്കാതെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. സാർ ഇങ്ങനെ ഒരു പ്രൊഡക്ട്സ് ആണ്, ഇങ്ങനെ ഒരു കമ്പനിയാണ് RCM എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ രാജസ്ഥാനിലെ ഒരു കമ്പനിയാണ്, നമുക്ക് ഇവിടെ ഇന്ന അടുത്തൊരു ഷോപ്പ് ഉണ്ട്, ഞങ്ങൾ തുടങ്ങിയിട്ട് ഇത്രയും ഒരുപാട് കസ്റ്റമറിലേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കുറച്ച് ആളുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്താം. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച കസ്റ്റമറൊക്കെ നല്ല ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അവരൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. അവർക്ക് ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഫ്രീ പ്രൊഡക്ട്സ് 1,500, 5,000, 6,000 ഒക്കെ ആയിട്ട് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറെ ആളുകൾ ഇത് അറിയണില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് അറിയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് എത്തിയതാണ്. ഒന്ന് കേട്ടു നോക്ക്. അവിടെ ഫ്ലാറ്റായി കസ്റ്റമർ. നമ്മൾ നമ്മുടെ അവസരങ്ങൾ പറയുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സെയിൽ നടത്തുന്നു, കസ്റ്റമറെ നമ്മൾ കസ്റ്റമറാക്കി ടീമിലെ നമ്മുടെ ഷോപ്പിന്റെ അണ്ടറിലേക്ക് അല്ലെങ്കിൽ ടീമിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് അവിടെ കാര്യം പറഞ്ഞു, സിമ്പിൾ ആയിട്ട് RCM പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഒരുപാട് നമ്മൾ എന്താ പറയാ, ഞാൻ ഇന്ന ലീഡർ, ഞാനിപ്പോ സെയിൽസിന് പോയിട്ട് ഞാൻ റോയൽറ്റിയാ. ആരറിയാം അവർക്ക് എന്ത് റോയൽറ്റി? അവിടെ അതൊരു വിഷയം, അതൊന്നും ഒരു കാര്യമല്ല. അവിടെ സിമ്പിൾ ആയിട്ട് സാർ ഞാൻ RCMന്റെ ഒരു അസോസിയേറ്റ് ബയ്യർ ആണ്, സെയിൽസ് ചെയ്യാൻ വേണ്ടി വന്നാണ്, ഈ അവസരം പറഞ്ഞു തരാൻ വേണ്ടി വന്നാണ്. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ. അതേപോലെ തന്നെ ബി ഓണസ്റ്റ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അത് നമ്മുടെ വിജയമന്ത്രത്തിലും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ഷോ ഓഫ് കാണിക്കരുത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക, പ്രൊഡക്റ്റുകളെ പറ്റി പറയുക, ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ജെന്യുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് പറയുക. കാരണം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം, സെയിൽസിലും ഫീൽഡ് വർക്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? മറ്റുള്ള ഒരു അനുഭവം.
ഇപ്പൊ ഫ്രീ പ്രൊഡക്റ്റ്, നമ്മുടെ ഷോപ്പിൽ നിന്ന് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്യണം. എന്തിനാ? നമുക്ക് നോക്കിയിരിക്കാനല്ല. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ ടൂളായിട്ട് ഈ വീഡിയോനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എഴുതി വിടുന്നത്. അപ്പൊ ആ രീതിയിൽ ജെന്യുവിൻ ഫീഡ്ബാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെയിലും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അടുത്തത് ഇനി പറയാൻ ലിസണിങ് സ്കില്ല് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നല്ലൊരു കേൾവിക്കാരനെ, അല്ലെ, നല്ലൊരു കേൾവിക്കാരനായാലേ നമുക്ക് നല്ലൊരു എന്താ പറയാ ലീഡർ ആവാൻ സാധിക്കും. ഒരാളിനെ നമ്മുടെ കസ്റ്റമർ പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സും പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ RCM അസോസിയേറ്റ് ബയേഴ്സ് എല്ലാവരും നല്ലൊരു കേൾവിക്കാരനാണ്. നന്നായിട്ട് പറയുന്ന കാര്യം ഫോക്കസ് ആയിട്ട് അത് കേട്ട് മനസ്സിലാക്കി എന്നതിന് ശേഷം അപ്പുറത്തുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ പറയുന്ന ഡൗട്ടുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനുള്ള ക്ഷമ നമുക്ക് വേണം. അവരുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. എന്നതിന് ശേഷം നമ്മൾ പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സെയിൽസിലും ഫീൽഡ് വർക്കിൽ ഇറങ്ങി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾക്ക് ട്രസ്റ്റ് കിട്ടും. 100% ട്രസ്റ്റ് കിട്ടും. കാരണം ഈ 25 വർഷം RCM ഓടിയത് ഒരു താരങ്ങളും ഒരു സെലിബ്രിറ്റിയും പരസ്യം ചെയ്തിട്ടല്ല. ഉപയോഗിച്ച ആളുകൾ നല്ലതാണ് മനസ്സിലാക്കി അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് 25 വർഷവും ഇത് ഓടി ഇന്ന് സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ചെയ്ത്, അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് ലക്ഷങ്ങളോളം കമ്പനികൾ വരുന്നു, തകർന്നു പോണു, വരുന്നു, തകർന്നു പോണു. അപ്പുറത്ത് ഇതൊരു കൂട്ടം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് RCM പ്രോപ്പറായി പോണു? സത്യസന്ധമായിട്ടാണ് RCM ചെയ്യുന്നത്, അല്ലെ? സത്യസന്ധമായിട്ടുള്ള ആളുകളെ RCMലേക്ക് വരൂ, അല്ലെ? ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ സത്യസന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കമ്പനിക്ക്, അല്ലെ, ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിന്റെ പവർ കൊണ്ടാണ് ഈ സിസ്റ്റം റൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അല്ലെ, ആരും ചിന്തിക്കും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും, ഇപ്പൊ ഞാൻ പേഴ്സണലി പറയാണ്, ഇപ്പൊ TCGയുടെ ഫോക്കസ് ഇപ്പൊ സ്വയം പര്യാപ്തത. നമ്മുടെ കമ്പനി MD TCGയുടെ ലക്ഷ്യം സ്വയം പര്യാപ്തത, നവഭാരത നിർമ്മാണം, സ്ത്രീ ശാക്തീകരണം, അല്ലെ, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് വരുമ്പോ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ RCMക്ക് വരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി വാങ്ങി അവനവന്റെ കാര്യം നോക്കണം എന്നുള്ള ചിന്ത സെൽഫിഷ് ആയിരുന്നു. പക്ഷെ RCMൽ വന്നപ്പോഴാണ് ആ സെൽഫിഷ് മൈൻഡ് മാറ്റി വിട്ടത്. RCMൽ വന്നപ്പോൾ ആ സെൽഫിഷ് മൈൻഡ് മാറ്റി വിട്ടത് എന്തുകൊണ്ടാ? RCM പഠിപ്പിച്ചു തന്നു. നമ്മളൊരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തില് ഒരു വ്യക്തിയാണെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടും അവനവന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും എങ്ങനെ ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം, എന്തിനു വേണ്ടി നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് എനിക്ക് പഠിപ്പിച്ചത് നമ്മുടെ കമ്പനിയാണ്. അതേപോലെ RCM നമ്മുടെ TCGയുടെ ലക്ഷ്യങ്ങളാണ്. ഇന്ന് RCMൽ 4.5 കോടി ജനങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 4.5 കോടി ജനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ TCGയുടെ ലക്ഷ്യം, അല്ലെ? കമ്പനി MDയുടെ എന്താണോ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാലാ. നിങ്ങൾ പണം വരുമോ വരില്ലേ നോക്കണ്ട. നിങ്ങൾ ബിസിനസ് പറഞ്ഞ രീതിയിൽ സിസ്റ്റപ്രകാര രീതിയിൽ ചെയ്തോ. സിസ്റ്റത്തിലൂടെ ആ ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ. പണം പിന്നാലെ വരും, അല്ലെ? പണം വരാൻ വേണ്ടി RCMൽ ഒന്നും ചെയ്യരുത്. ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനും ഈ ലക്ഷ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടി ഫോക്കസ് ചെയ്യും. ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്, പക്ഷെ രൂപാന്തര യാത്ര നടത്തിയ ഒരേ ഒരു കമ്പനി ഉള്ളു. അതാരാ? നമ്മുടെ RCM ആണ്, അല്ലെ? ഒരു പ്രോഗ്രാം നടത്താൻ കമ്പനിക്ക് എന്തോരം ലക്ഷങ്ങൾ ചെലവാ. അങ്ങനെയുള്ള എത്ര പ്രോഗ്രാം എവിടെയൊക്കെ നടത്തി, അല്ലെ? 10-75ഓളം സിറ്റികളിൽ നടത്തിയ പ്രോഗ്രാം എത്ര ചെലവ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമർക്ക് 100 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് 6 മാസം കൂടുമ്പോൾ കൊടുക്കുമ്പോൾ 4.5 കോടി ജനങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപ കമ്പനി കസ്റ്റമറിലേക്ക് കൊടുത്തു? എനിക്കൊരു 10-30,000 രൂപ റോയൽറ്റിയുടെ ഇൻകം വരുമ്പോൾ എന്നെ പോലെ ഇന്ത്യയിലെ ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഫുൾ ടൈം ആയിട്ട് നല്ല രീതിയിൽ വരുമാനം RCM നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ എത്ര മാസം എത്ര കോടി തിരിച്ചു കൊടുക്കണം? 60,000 കോടി ടേൺ ഓവർ ഒരു വർഷത്തിൽ ഹിന്ദുസ്ഥാൻ ലിവർ ഇവിടെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 5,000 to 6,000 കോടി ടേൺ ഓവർ നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 60,000 കോടി ടേൺ ഓവർ ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ ലിവർ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാന്നല്ലാതെ 1 രൂപ ഇങ്ങോട്ട് തരുന്നില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇവിടെ ചെയ്യുന്നില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. വെറും 5,000-6,000 കോടി ചെയ്യുന്ന ഇന്ത്യയിലെ നമ്മുടെ RCM കമ്പനി 4.5 കോടി ജനങ്ങളിലേക്ക് അവസരത്തെ എത്തിച്ചു. അവർക്ക് ആരോഗ്യം കൊടുത്തു, വരുമാന മാർഗം എത്തിച്ചു. ഇന്ത്യയിലെ 20 ലക്ഷം ആളുകളിലേക്ക് ഫുൾ ടൈം ചെയ്യുന്ന 20 ലക്ഷം ആളുകളെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തു. അറിവും ആരോഗ്യവും, അല്ലെ? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം വരെ ഇന്ന് ഇവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. വെറും 4.5 കോടി ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഒരു 50 കോടി ജനങ്ങളിലേക്ക് ഇന്ത്യയിൽ RCM എത്തിയോന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ എത്തുക? നമ്മളെല്ലാരും ഒരുപോലെ പ്രവർത്തിച്ചാലെയാണ് ഇതെത്തുക, അല്ലെ? ഏതെങ്കിലും ലീഡർ
ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറയില്ലല്ലോ, ടീം വർക്കാണ്, ഒരുപോലെ ചെയ്യണം. അപ്പോൾ ഒരുപോലെ ഫീൽഡിലേക്ക് നമ്മൾ ഇന്ന് ഈ കേരളത്തിലുള്ള അത്രയും ആളുകൾ ഫീൽഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഫീൽഡ് വർക്ക് എടുക്കാൻ തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കി. എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് ടീം എല്ലാവർക്കും ആവും, എത്ര പെട്ടെന്ന് ആളുകൾ അറിയും, എത്ര ഡെവലപ്മെന്റ് വരും. ഇന്ന് 2 മാസം കൂടുമ്പോൾ കേരളത്തിൽ ഷോപ്പ് പുതിയത് വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, പുതിയ പുതിയ ഷോപ്പുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല, പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും, കേരളത്തിലെ പല ജില്ലകളിലും പല സ്റ്റേറ്റുകളിലും ഇന്ന് ഷോപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ഹേമന്ത് സാറ് പറയുന്ന പോലെ ഇന്ന് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇന്ന് ഹൈവേയിലൂടെ 10-20 ലക്ഷം കയറ്റിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ വണ്ടികൾ. ലൈവായിട്ട് 24 മണിക്കൂർ റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും 24 മണിക്കൂർ റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും ഇവിടെ ഉള്ള ഈ ഒരു നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയില് നമ്മുടെ കമ്പനിയാണ് അല്ലെ, RCM. ഈ ഒരു കമ്പനി ഇവിടെ 24 മണിക്കൂറും റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ഞാനൊക്കെ 1 മണിക്കൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, 1 മണിക്കും 2 മണിക്കൊക്കെ ജോയിനിങ് അടിച്ചിട്ടുണ്ട്. കാരണം ഒരു വെറി, ഞാൻ ഹണ്ടിങ്. ഒരു സിംഹം വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് എര പിടിക്കുന്നത് എങ്ങനെ? നല്ല ഫുഡ് അടിച്ചിരിക്കുന്ന സമയത്ത് മാന് മുന്നിൽ കൂടെ പോയാലും ഒന്നും കാണിക്കില്ല സിംഹം. അതേപോലെ സെയിൽസ് ഒരു ഹണ്ടിങ് ആയിട്ട് എടുത്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെക്റ്റ് ലിസ്റ്റ് വരും, ഒരുപാട് ജെനുവിൻ കസ്റ്റമറെ കിട്ടും, ഒരുപാട് നിങ്ങളുടെ ബിസിനസ് വലിയ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയ കഴിവുള്ള ആവശ്യക്കാരായിട്ടുള്ള പുതിയ ആളുകളെ കിട്ടും. സെയിൽസിനെ ഫോക്കസ് ചെയ്ത ഹണ്ടിങ് എന്നുള്ള രീതിയിൽ സെയിൽസ് ഫോക്കസ് ചെയ്യുക. അതുപോലെ നിങ്ങളൊരു ഉൽപ്പന്നം ഒരാൾക്ക് വിറ്റാൽ, നിങ്ങളൊരു സെയിൽ നടത്തി അയാൾ വീണ്ടും തിരികെ വരും. ഞാൻ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ റീൽസിൽ കണ്ടപ്പോൾ എഴുതി വെച്ചതാട്ടാ, അതൊന്ന് നോക്കി വായിക്കുന്നത്. ഞാൻ ജസ്റ്റ് പ്രോഗ്രാമിൽ കയറാൻ മുന്നേ റീലൊന്ന് സ്ക്രോൾ ചെയ്തു, സമയത്ത് കിട്ടിയതാണ്. പക്ഷെ എനിക്കത് ഈ ഒരു സമയത്ത് പറയണം എന്നുള്ള ഒരു ആഗ്രഹം ഞാനത് എഴുതി വെച്ചു. നിങ്ങളൊരു ഉൽപ്പന്നം ഒരാൾക്ക് വിറ്റാൽ, നിങ്ങളൊരു സെയിൽ നടത്തി അയാൾ വീണ്ടും തിരികെ വന്നാൽ, നിങ്ങൾ അവരുടെ വിശ്വാസം നേടിയാൽ, അവർ ഉൽപ്പന്നത്തെ പറ്റി മറ്റുള്ളവരോട് പ്രൊമോഷൻ ചെയ്യും, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കും. നിങ്ങൾ സ്വാഭാവികം ഒരു ബ്രാൻഡായി മാറും. അതായത് നിങ്ങളൊരു ഉൽപ്പന്നം വിറ്റാൽ നിങ്ങൾക്കൊരു കസ്റ്റമറെ കിട്ടും, അയാൾ വീണ്ടും വാങ്ങും. ആ വ്യക്തിക്ക് വ്യക്തമായിട്ടില്ലേ, ആ വ്യക്തിയുടെ വിശ്വാസം നിങ്ങൾ നേടിയെടുത്താൽ ആ വ്യക്തി നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യും, നമ്മൾ അറിയാതെ തന്നെ ഒരു ബ്രാൻഡായി മാറും. അപ്പൊ അതാണ് നമ്മള് വേണ്ട രീതിയിൽ RCMനെ മനസ്സിലാക്കി ഇന്ന് നാളേക്ക് ഇറങ്ങിയാൽ, ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ, ഫീൽഡ് പറയുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ ഏരിയ മാത്രമല്ല, ഞാൻ ലക്കിടി മാത്രമല്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി സെയിൽസ് ചെയ്യുന്ന ഒരാളാണ്. പല സ്ഥലങ്ങൾ ഒരു പരിചയമില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ബാഗ് തൂക്കി ഇറങ്ങും. ഇനി ചിലപ്പോൾ വല്ല പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ആരെയും കാണാനില്ല, എന്ത് ചെയ്യും? ഓൾറെഡി നമ്മൾ എവിടെ ചെല്ലുമ്പോഴും എൻ്റെ കാറിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഞാൻ എവിടെയെങ്കിലും അത് സൈഡാക്കും, നമ്മുടെ അടുത്ത് ബാഗ് ഉണ്ട്, കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇറങ്ങും. എന്നിട്ട് അന്ന് നടന്ന പ്രോഗ്രാമിനെ പറ്റി പറയും. ഇന്ന് സാർ ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് RCMന്റെ ഒരു കൺസെപ്റ്റാണ് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യാനൊക്കെ ഇറങ്ങിയത്. അപ്പൊ എനിക്കിവിടെ അടുത്തൊരു പ്രോഗ്രാം, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, ഇവിടെ അടുത്തൊരു പ്രോഗ്രാമിന് വന്നു, അവിടെ വമ്പം വിജയമാണ്, സാറിന്റെ നാട് അടിപൊളിയാണല്ലോ, ഒരുപാട് ആളുകൾ വന്നു. സാർ അറിഞ്ഞില്ലേ RCMന്റെ അവസരം? നല്ല അവസരത്തെ കേൾക്കാൻ നല്ലവരായ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് കസ്റ്റമർ ഈ നാട്ടിലത്തെ വന്നു, സാർ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അപ്പൊ സാറിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് പറഞ്ഞു. ചെറുതൊരു അല്ലേ, എന്റെ ടെക്നിക്കൽ അച്ചീവർ ശശീന്ദ്ര സാർ ഇടയ്ക്കിടയ്ക്ക് പറയും, ടെക്നിക്കൽ ആവണമെങ്കിൽ ലേശം ടെക്നിക്കലൊക്കെ വേണം. ചെറിയ പൊടിക്കൈകൾ ടെക്നിക്കലൊക്കെ നമ്മൾ ഫീൽഡിലൊക്കെ ഇട്ട് കളിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ടെക്നിക്കൽ ആവാന്ന് നമ്മുടെ എന്റെ ടെക്നിക്കൽ അച്ചീവർ ശശീന്ദ്ര സാർ പറയും. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ വന്ന് സംസാരിക്കാനൊക്കെ എനിക്കൊരു പ്രാപ്തനാക്കിയത് നമ്മുടെ സ്വന്തം എംറാൾഡ് JP സാറാണ്. അദ്ദേഹം ഈ ഒരു ബിസിനസ്സിൽ എന്നെ ആദ്യമായിട്ട് എനിക്കൊരു പ്ലാറ്റ്ഫോം നീട്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യൂ, ഒരു എക്സ്പീരിയൻസ് പറയൂ എന്ന് പറഞ്ഞാണ്. അന്നൊരു സ്റ്റാർട്ടർ അച്ചീവറായി ഞാൻ സംസാരിച്ചത് വളരെ ബോറായിട്ടായിരുന്നു. അത് എനിക്കും മനസ്സിലായി, കേട്ടവർക്കും മനസ്സിലായി. പക്ഷെ ആ സംസാരിച്ച് ഇന്ന് എനിക്ക് കുറെ നേരം സംസാരിക്കാനും, വലിയ തെറ്റില്ലാത്ത രീതിയിൽ, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നില്ല, വലിയ തെറ്റില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും ഇന്ന് എനിക്ക് സംസാരിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അപ്ലൈന്റെ വിജയമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സെയിൽസ് ആണ് എവരിത്തിങ്. നിങ്ങളുടെ ടീം, നല്ലൊരു നെറ്റ്വർക്ക് ടീമിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ ഇറങ്ങുക, സ്ട്രേഞ്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അവരെ കൊണ്ടുവന്നാൽ എന്താ ചെയ്യേണ്ടത്? ഡ്യൂപ്ലിക്കേഷൻ. അവരെ ഫീൽഡിൽ ഇറക്കുക,
ഇനി ഫീൽഡിൽ ഇറങ്ങാൻ മടിയോ എനിക്ക് സംസാരിക്കാൻ കഴിവില്ല പറഞ്ഞാൽ അവരെ ചേർത്ത് നിർത്തണം. അയ്യോ നിങ്ങൾക്ക് ഇത് പറ്റില്ല, ഫീൽഡിൽ ഇറങ്ങിയേ പറ്റു പറഞ്ഞിട്ട് കമ്പല് ചെയ്യരുത്. അവരെ ചേർത്ത് പിടിച്ച് ഞാൻ വരാം ഒരു ദിവസം സെയിലിന്, അവരെ കൂടെ പോവുക, സെയിൽ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച, ചിലപ്പോൾ മാസങ്ങളോളം പോകേണ്ടി വരും. പോണം, കാരണം അപ്ലൈൻ ലീഡറാണ് നമ്മൾ. അവൻ സ്വന്തമായിട്ട് ഇത് പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങിയ അവൻ 8 മണിക്കൂർ വർക്ക് ചെയ്ത 8 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് നമ്മുടെ. കാരണം നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രി നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു JRCM. എന്നെ കേട്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് സെയിൽസും ഫീൽഡ് വർക്കും. ഇപ്പൊ ഇത്രയും നേരം കേട്ടിരുന്ന് ഇത്രയും കമന്റുകൾ, ഒരുപാട് കമന്റുകൾ ഇടയിൽ വരുന്നുണ്ട്, ചിലതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമന്റ് ഇട്ട എനിക്ക് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഈ ഒരു അവസരം എൻ്റെ എത്തിച്ച അർജുൻ സാർ, എമറാൾഡ് അർജുൻ സാറാണ് എനിക്ക് ഒരു അവസരം തന്നത്. അതേപോലെ തന്നെ സുരാഗ് സാർ, റമീസ് സാർ എന്നെ ക്ഷണിച്ചു, സുരാഗ് സാർ ഹോസ്റ്റ്. അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഈ വേളയിൽ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു അവസരത്തിൽ ഇന്നൊരു നിങ്ങളുടെ മുന്നിൽ അമൽ ഒരു റോയൽറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്ലൈൻ ലീഡേഴ്സിന്റെ ഒരു കഴിവും കൂടി ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. JRCM. ഗുഡ് RCM.